മറൈൻ ഡ്രൈവ്, കാലിക്കറ്റ്. ഇനി നമ്മുടെ ലക്ഷ്യം ഇവിടെയാണ്, മലപ്പുറം. മറൈൻ ഡ്രൈവിലെയും കാലിക്കറ്റിലെയും അനുഭവമായിരിക്കില്ല നമുക്കിവിടെ ഉണ്ടാവുക. നീ പറഞ്ഞത് വളരെ ശരിയാ. നമ്മുടെ സമരത്തെ അനുകൂലിക്കുന്നവർ വളരെ കുറവാ ഇവിടെ. എന്ത് വില കൊടുത്താലും ഈ സമരം ഇവിടെ വെച്ച് തന്നെ നടത്തണം. എവിടെയായിരുന്നു അളി എത്രയും കാലം? ഞാൻ MBA കഴിഞ്ഞ UK-യിലായിരുന്നു. അല്ല, നീ എന്താ ഇവിടെ? അടുത്ത ആഴ്ച ഞങ്ങളൊരു സമരം നടക്കുന്നുണ്ട് ഇവിടെ. സമരമോ? എന്ത് സമരം? നീ പത്രത്തിലൊക്കെ കണ്ടു കാണും, ചുംബന സമരം. ഓ, ചുംബന സമരം. ഒരാണും പെണ്ണും ഉമ്മ വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നു പറയുന്ന കുറച്ച് മുരട്ട സദാചാരവാദികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊരു മുന്നറിയിപ്പാണ് ഈ സമരം. നീ നിർബന്ധമായും വരണം. എന്നെ വിട്ടേക്ക്, ഞാനില്ല ഇത്ര ആഭാസങ്ങൾക്ക്. അതെന്താ, രണ്ടുപേരും ഉമ്മ വെക്കുന്ന അത്ര വലിയ തെറ്റാണോ? ഉമ്മാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് തെരുവിലാവുമ്പോഴാണ്. സ്വന്തം കുഞ്ഞിന് മുലയൂട്ടുന്ന പോലും ഒളിഞ്ഞു നോക്കി നിർവൃതി അടയുന്ന ആയിരക്കണക്കിന് ഞരമ്പ് രോഗികളുടെ ഇടയിൽ വെച്ച് ഉമ്മ കൊടുക്കുന്ന സ്വന്തം ഭാര്യക്കാണെങ്കിൽ പോലും തെറ്റാണെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. നീ കടല് കടന്നതല്ലേ, ഒരുപാട് രാജ്യങ്ങൾ കണ്ടതല്ലേ, എന്നിട്ടും നിന്റെ മനസ്സിൽ പോലും പഴയ നാട്ടുമ്പുറത്തേന്റെ തന്നെ. അതേടാ കാരണം, എന്നെയും നിന്നെയും കണ്ടു വളരുന്ന ഒരു പുതിയ തലമുറയുണ്ട് ഇവിടെ. ഇന്ന് നീയും ഞാനും ഒക്കെ ഉമ്മ കൊടുക്കാൻ തെരുവിലിറങ്ങിയ നാളെ ഇവരൊക്കെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി വീട്ടിൽ വരും പൂശാൻ. എനിക്ക് 2 പെങ്ങന്മാരാ, അതുകൊണ്ട് ഞാനില്ല ഇത്ര ആഭാസങ്ങൾക്ക്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും പബ്ലിക് ആയിട്ടാ സെക്സ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഉമ്മ വെക്കാനുള്ള സ്വാതന്ത്ര്യം പോലില്ലേ? കഷ്ടം. നമ്മുടെ നാട്ടിലും പബ്ലിക്കായിട്ട് സെക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മനുഷ്യരല്ല, നായ്ക്കളാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ ഭാര്യയോ പെങ്ങളെയോ മറ്റൊരുത്തൻ കിസ് ചെയ്താ ഇതുപോലെ നോക്കി നിൽക്കൂ? എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ്. എന്റെ പെങ്ങൾ, എന്റെ ഭാര്യ, അവർ 2 വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിൽ ഞാനെന്തിനു കൈ കടത്തണം? ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ആരാളിയാ ഇവൻ? പഴയ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഇപ്പൊ വലിയ സദാചാരക്കാരൻ. ഇവരെ പോലെയുള്ളവർ കാരണമാണ് നമ്മുടെ നാട് ഇന്നീ ഗതിയിലായത്. കൊള്ളാം. ഇതാണ് നാം വിഭാവനം ചെയ്യുന്ന കേരളം. ഇതുപോലെ സ്വതന്ത്രമായി ചുംബിക്കാനുള്ള അവകാശം എല്ലാവർക്കും ലഭിക്കണം. എടാ, പണി പാളി. നിന്റെ പെങ്ങളാടാ അത്. ഇത്ര നേരം ചുംബന സമരത്തിന് വേണ്ടി ഘോരഘോരം വാദിച്ചാ നിന്റെ പങ്ങളുടെ മുഖത്ത് മറ്റൊരുത്തൻ ചുണ്ടമർത്തപ്പോ എന്തേ? നിന്റെ സദാചാരക്കുരു പൊട്ടിയോ? എടോ, വിപ്ലവവും പുരോഗമനമൊക്കെ പ്രസംഗിച്ച് കയ്യടി വാങ്ങാൻ കൊള്ളാം, ഫേസ്ബുക്കിൽ എഴുതി ലൈക്ക് വാങ്ങാനും. അല്ലെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയാണോ ഈ സമരം? കന്യമാസിലെ കടിമൂത്ത തെരുവ് നായ്ക്കളെ പോലെ പിസയും ബർഗറും തിന്ന് കൊഴുത്തുമുഴുത്ത ശരീരത്തിനുള്ളിലെ മൂടുമൂലയും കുലുക്കിടക്കുന്ന അഭിനവ കൊച്ചമ്മമാർക്കും പിന്നെതാ നിങ്ങളെപ്പോലുള്ളവരുടെയും കാമദാഹം തീർക്കാനുള്ള വിളനിലമാക്കി മാറ്റരുത് ഈ തെരുവുകൾ. കിസ് ഓഫ് ലവ് എന്ന ആഭാസ സമരത്തിന്റെ പേര് പറഞ്ഞ് പരിപാവനമാക്കപ്പെട്ട മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ മലപ്പുറത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരിക മലപ്പുറത്തിന്റെ ചങ്കൂറ്റമുള്ള ചെക്കന്മാരെ ആയിരിക്കും. ഓർത്തോ? ചുംബന സമരമായിട്ട് മലപ്പുറത്ത് പറയാനൊന്നുമില്ല, ചെയ്യാനുള്ളൂ. നിങ്ങളാ സമരം കൊണ്ട് ഇങ്ങോട്ട് വന്നാലേ മലപ്പുറത്തേക്ക് വന്നാൽ ഞങ്ങളെ മേത്താണ് വിത്താക്കി. ഓലക്കീലെ സമരം കൊണ്ട് വന്നാൽ മുട്ടുങ്കാൽ തച്ചാണ്ട് കൊടുത്തു. സമരം നടത്താനേ മലപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാല് രണ്ടും ഉണ്ടാവില്ല. ചുംബന സമരം മലപ്പുറത്തോ? കോൺഗ്രസ് കൈയാണത്, ഒന്ന് വെച്ചാട് തരും. സമരം അത് ഇവർ മൂളല്ലയ്യാ, മുത്തം കൊടുക്കുന്നതാ. എന്നാ ഇത് കായികമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയം വരികയാണെങ്കിൽ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. മോനെ, ഇത് കൊച്ചിയല്ല, കോഴിക്കോടും അല്ല,
മലപ്പുറമാണ്. ഇവിടെ ചുമ്മനോണ്ട് വന്നാണ്ടല്ലോ പണി പാടും. വളരെ മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. ഇപ്പോഴത് യാഥാർത്ഥ്യമായി. വിനാശകാലേ വിപരീത ബുദ്ധി.